അടുത്തിടെ ഹൈദരാബാദിൽ നടന്ന ഒരു പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ലോകം ഇപ്പോൾ ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നുണ്ട്. ഇസ്രായേൽ ഇറാൻ യുദ്ധം മൂലമുണ്ടായ ആഗോള അസംസ്കൃത എണ്ണ വില വർധനവും ഊർജ്ജ പ്രതിസന്ധിയും നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കാതിരിക്കാൻ പൗരന്മാരുടെ ഭാഗത്തുനിന്ന് ചില ദേശീയ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നാണയ കരുതൽ ശേഖരം ശക്തമായി നിലനിർത്തുക എന്നത് ഈ സമയത്ത് അത്യാവശ്യമാണ്. ഇതിനായി പ്രധാനമന്ത്രി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഇവയാണ്. അത്യാവശ്യമില്ലാത്ത വിദേശ വിനോദയാത്രകളും വിദേശത്തെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളും ഒഴിവാക്കി ആ പണം ഇന്ത്യക്കുള്ളിൽ തന്നെ ചിലവഴിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നത് വഴി നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യാപാരികൾക്കും ടൂറിസം മേഖലയ്ക്കും അത് കരുത്താകും. സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിനായി രാജ്യം വൻതോതിൽ വിദേശ നാണയം ചിലവഴിക്കുന്നുണ്ട്. അടുത്ത ഒരു വർഷത്തേക്ക് അത്യാവശ്യമില്ലാത്ത സ്വർണം വാങ്ങലുകൾ ഒഴിവാക്കാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇത് വിദേശ നാണയ ചോർച്ച തടയാൻ സഹായിക്കും. ഇന്ധനവില വർധനവ് സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ സർക്കാർ സബ്സിഡികൾ നൽകുന്നുണ്ടെങ്കിലും ഉപയോഗം കുറയ്ക്കേണ്ടത് അനിവാര്യമാണ്. വ്യക്തിഗത വാഹനങ്ങൾക്ക് പകരം മെട്രോ ട്രെയിനുകളും ബസ്സുകളും ഉപയോഗിക്കുക. കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കുക. ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതിലൂടെ പെട്രോൾ ഡീസൽ ആശ്രിതത്വം കുറയ്ക്കാനാകും. കോവിഡ് കാലത്ത് നമ്മൾ ശീലിച്ച വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ മീറ്റിംഗുകൾ എന്നിവ തുടരുന്നത് വഴി യാത്രാ ചെലവും ഇന്ധനവും ലാഭിക്കാം. സ്വദേശി എന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല, അതൊരു ദേശീയ നയമാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ചെരുപ്പ്, ബാഗ് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ചവയ്ക്ക് മുൻഗണന നൽകുക. വിദേശത്തു നിന്നുള്ള ഭക്ഷ്യ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ വീടുകളിൽ ഉപയോഗം നിയന്ത്രിക്കണം. രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറച്ച് പ്രകൃതിദത്ത കൃഷിയിലേക്ക് മാറാൻ കർഷകരോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. വിദേശത്തു നിന്ന് വൻവിലയ്ക്ക് വാങ്ങുന്ന രാസവളങ്ങൾ കർഷകർക്ക് മിതമായ നിരക്കിൽ നൽകാൻ വലിയൊരു തുകയാണ് സർക്കാർ സബ്സിഡിയായി നൽകുന്നത്. ഇത് കുറയ്ക്കാൻ സോളാർ പമ്പുകൾ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കണം. രാജ്യസ്നേഹം എന്നത് അതിർത്തിയിൽ ജീവൻ ബലിയർപ്പിക്കുന്നത് മാത്രമല്ല, രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ ഉത്തരവാദിത്തമുള്ള പൗരനായി പെരുമാറുന്നത് കൂടിയാണെന്ന് ഈ പ്രസംഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആഗോള വിപണിയിൽ വളം ബാഗുകൾക്ക് 3000 രൂപയോളം വില വരുമ്പോൾ ഇന്ത്യൻ കർഷകർക്ക് അത് 300 രൂപയിൽ താഴെയാണ് നൽകുന്നത്. ഈ ബാധ്യത രാജ്യം ഏറ്റെടുക്കുന്നത് ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പകരം നമ്മൾ ചെയ്യേണ്ടത് അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കി രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാൻ സഹായിക്കുക എന്നതാണ്. ഒന്നിച്ചു നിന്നാൽ ഏത് ആഗോള വെല്ലുവിളിയും ഭാരതത്തിന് അതിജീവിക്കാനാകുമെന്നും അദ്ദേഹം പറയുന്നു. നമ്മുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം, വിഭവങ്ങൾ കരുതലോടെ ചിലവഴിക്കാം എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ഇതെല്ലാം ചെയ്യേണ്ടത് സാധാരണക്കാർ മാത്രമാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഉയർന്ന പദവിയിലിരിക്കുന്നവരും മന്ത്രിമാരും മറ്റും ഇത് ചെയ്ത് സാധാരണക്കാർക്ക് ഒരു ഉദാഹരണം കാണിക്കുകയല്ലേ വേണ്ടതെന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്.